ഹലോ ഹായ് നമസ്കാരം, എല്ലാവർക്കും ധന്യ ഷിജി വ്ലോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നതിന് ശേഷം പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി അല്ലെങ്കിൽ പ്രേക്ഷകരെ ബോധ്യപ്പെടുത്താൻ എന്നവണ്ണം അമ്മയുടെ ജനറൽ സെക്രട്ടറിയായ നടൻ സിദ്ദിഖും കുറച്ച് അനുയായികളൊക്കെ ചേർന്നിരുന്ന് ഒരു പ്രസ് മീറ്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് ചില കാര്യങ്ങൾ, അതായത് ഇത് ഒറ്റപ്പെട്ട സംഭവമാണ്, അല്ലെങ്കിൽ ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്ന സംഭവമാണ് തുടങ്ങിയ രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഈ ഫിലിം ഇൻഡസ്ട്രിയിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ സിനിമാ മേഖലകളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് എന്തിനാണ് ഈ എല്ലാ മേഖലകളിലെയും കാര്യങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നത് എന്നുള്ളത് എനിക്ക് ഇനിയും മനസ്സിലാവുന്നില്ല. നടൻ സിദ്ദിഖ് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പല കൂട്ടാളികളും ഇത്തരത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ എല്ലാ മേഖലകളിലും ഇത്തരത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ള തരത്തിൽ സംസാരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വിഷയം പറഞ്ഞത്. സോ അന്ന് നടൻ സിദ്ദിഖ് ആ ഒരു പ്രസ് മീറ്റിൽ പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങൾ, അതിൽ അദ്ദേഹത്തിന് എനിക്കിപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഓട്ടോബയോഗ്രഫി ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ആത്മകഥ. അതിൽ അഭിനയം അറിയാതെ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓട്ടോബയോഗ്രഫിയുടെ പേര്. പക്ഷേ ഈ ഒരു അഭിനയം അറിയാതെ എന്നുള്ളതായിരുന്നില്ല സത്യത്തിൽ ആ ഒരു ആത്മകഥയ്ക്ക് പേരിടേണ്ടിയിരുന്നത്. കാരണം സിദ്ദിഖ് എന്ന് പറയുന്നത് നല്ല ഒന്നാം തരം അഭിനേതാവാണ്, അല്ലെങ്കിൽ അഭിനയ മികവുള്ളൊരു വ്യക്തിയാണ് എന്നുള്ളത് അന്നത്തെ ആ ഒരു പ്രസ് മീറ്റിങ്ങിന് ശേഷം നമ്മളെല്ലാവരും കണ്ടതാണല്ലേ. ലൊക്കേഷനിൽ അല്ലാതെ ക്യാമറയ്ക്ക് മുൻപിൽ എങ്ങനെ അഭിനയിക്കാം എന്നുള്ളത് പ്രേക്ഷകർക്ക് കാണിച്ചു തന്നു നടൻ സിദ്ദിഖ്. എന്തായാലും അത് പ്രേക്ഷകർക്ക് അതിനുള്ളൊരു അവസരം കൂടി ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയ്ക്ക് അഭിനയം അറിയാതെ എന്നുള്ളൊരു പേര് അനുയോജ്യമായതായിട്ട് എനിക്ക് തോന്നിയത്. അത്രമാത്രം അഭിനയ മികവ്, ഒന്നാം തരം പ്രഹസനം തന്നെയായിരുന്നു നടൻ സിദ്ദിഖ് അന്ന് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അന്ന് തന്നെ വലിയൊരു വിഭാഗം പ്രേക്ഷകർ പറഞ്ഞിരുന്ന മറ്റൊരു കാര്യമുണ്ടായിരുന്നു. സിദ്ദിഖ് ഇത്രയധികം അമിത വിനയത്തോടുകൂടി എളിമയോടുകൂടി ആരെങ്കിലും പരാതി നൽകുകയാണെങ്കിൽ തീർച്ചയായും സ്പോട്ടായി നടപടികൾ സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു നേതൃസ്ഥാനത്ത് ഇരുന്നുകൊണ്ട്, അല്ലെങ്കിൽ അമ്മയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള ആ ഒരു പൊസിഷനിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം പറയുന്ന സമയത്ത് പലരും പറഞ്ഞിരുന്നു, ഇനി എന്നാണാവോ നടൻ സിദ്ദിഖിനെതിരെ ആരെങ്കിലും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നടത്തുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കും. അന്നും ഈ ഒരു അമിത വിനയവും എളിമയും ഒക്കെ കാണണം എന്നുള്ളത് പലരും പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിന് ഒരുപാട് സമയമൊന്നും കടന്ന് ചെല്ലേണ്ടി വന്നില്ല. അതായത് യുവനടിയായ രേവതി സമ്പത്ത് എന്ന് പറയുന്ന ഒരു നടി, അവർക്കുണ്ടായ മോശം അനുഭവം എന്നൊക്കെ പറഞ്ഞാൽ ഒരുപക്ഷെ അത് കുറച്ചുകൂടി ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പദമായി മാറിയേക്കാം. അത്രത്തോളം മ്ലേച്ഛമായാണ് ഈ ഒരു യുവനടിയോട് സിദ്ദിഖ് ബിഹേവ് ചെയ്തത് എന്നുള്ളത് അവർ ഒരുപാട് ചാനലുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ക്ലിപ്പായിട്ടൊന്നും ഇവിടെ വെക്കുന്നില്ല, കാരണം അത്രത്തോളം മൃഗീയം എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മൃഗീയം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മൃഗങ്ങൾക്ക് പോലും അപമാനമാകുന്ന ഒരു രീതിയിലുള്ള ഒരു വാക്കായി മാറിയേക്കാം. അത്രത്തോളം മോശമായി അവർ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാത്തതും. അത്രത്തോളം മോശമായാണ് അവരോട് പെരുമാറിയിട്ടുണ്ടായത്. ഏകദേശം +2 പഠിക്കുന്ന സമയത്താണ് ഈ രേവതി സമ്പത്തിന് ഇത്തരത്തിലൊരു അനുഭവം ഈ സിദ്ദിഖിൽ നിന്നും ഉണ്ടാകുന്നത്. അങ്ങനെ ഇരിക്കെ ഇത്രയധികം വർഷങ്ങൾ അവരനുഭവിച്ച ആ ഒരു മെൻ്റൽ സ്ട്രെസ് എത്രത്തോളമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതും ഇത്രയും വലിയൊരു പൊസിഷനിൽ താരസംഘടനയായ അമ്മയിൽ ആ താരങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അതിനെ പരിഹരിക്കേണ്ടി വരുന്ന, സംരക്ഷണം നൽകേണ്ടി വരുന്ന ഒരു നടൻ തന്നെ, അല്ലെങ്കിൽ ഒരു ജനറൽ സെക്രട്ടറി തന്നെ ഇത്രയധികം അധപതിച്ചിരിക്കുന്നു എന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു പുച്ഛമാണ് സത്യത്തിൽ തോന്നുന്നത്. ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളുടെയൊക്കെ പൊയ്മുഖം സത്യത്തിൽ എപ്പോഴായാലും പൊതുജനങ്ങൾ തിരിച്ചറിയും. അതിനുള്ളൊരു അവസരം തന്നെയാണ് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത്. എന്തായാലും രേവതി സമ്പത്ത് ആ ഒരു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവർ അത്രയധികം ബോൾഡായിട്ട് തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷം നടൻ സിദ്ദിഖിൻ്റെ രാജി നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. ഇന്ന് രാവിലെയാണ് നടൻ സിദ്ദിഖ് ആ ഒരു പൊസിഷനിൽ നിന്നും രാജിവെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാജിക്കത്ത് നൽകിയിട്ടുണ്ട്. അങ്ങനെ സിദ്ദിഖിന് രേവതി സമ്പത്ത് പറഞ്ഞതൊരു നുണപ്രചരണമാണ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താനുള്ളൊരു കാര്യമാണ് പറഞ്ഞത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതേ പൊസിഷനിൽ നിന്നുകൊണ്ട് തന്നെ അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരാമായിരുന്നു. അതിന് പക്ഷം ഈ ഒരു രാജി നൽകിയത് എന്തിനാണ് എന്നുള്ളത് പ്രേക്ഷകർക്കും പൊതുജനങ്ങൾക്കും അറിയാം. അതിന് പിന്നിൽ നടൻ സിദ്ദിഖ് എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ആരോടൊക്കെ ഈ ഒരു രേവതിയോട് മാത്രമല്ല ഒരുപാട് മറ്റുള്ള നടികളോടും എങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവാം എന്നുള്ളതൊക്കെ ഈ ഒരു രാജിയോടുകൂടി തന്നെ അരിയാഹാരം കഴിക്കുന്ന പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട്. സോ അതിനുശേഷം
നമ്മുടെ നടനല്ല സംവിധായകൻ രഞ്ജിത്ത്, കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കൂടിയാണ് അദ്ദേഹവും രാജി നൽകിയിട്ടുണ്ട്. എന്തായാലും ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ ഒരേ സമയത്ത് രണ്ട് പേരാണ് രാജിവെച്ചിരിക്കുന്നത്. രഞ്ജിത്തിനെതിരായിട്ട് സംസാരിച്ചിരിക്കുന്നത് ബംഗാളി നടിയായ ഒരു നടിയാണ്. രഞ്ജിത്തിനെതിരെ ലൈംഗിക ആരോപണമാണ് ആ ഒരു നടി ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഇത്രയൊക്കെ വലിയ വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളുടെ യഥാർത്ഥത്തിലുള്ള മുഖം അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള സ്വഭാവം സത്യത്തിൽ പ്രേക്ഷകർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റിയൊരു അവസരം കൂടിയാണ് ഇപ്പോൾ. ഇതുപോലെ തന്നെ ഈ നടിമാരെ പോലെ തന്നെ ഒരുപാട് പേരിപ്പോൾ ധൈര്യപൂർവ്വം മുന്നോട്ട് വരുന്നുണ്ട്. പല നടന്മാരുടെയും നമ്മളെയൊക്കെ പലരും വിഗ്രഹങ്ങളൊക്കെ ആയിട്ട് മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പലരുടെയും ആ ഒരു മുഖങ്ങളും അല്ലെങ്കിൽ ആ ഒരു വിഗ്രഹങ്ങളൊക്കെ ഉടഞ്ഞു വീഴുന്ന കാഴ്ചയാണ് സത്യത്തിൽ നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതുപോലുള്ള ധൈര്യം എല്ലാ നടിമാരും അല്ലെങ്കിൽ ഏതൊരു സ്ത്രീയും കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഒരുപാട് നടിമാർ അവർക്കുള്ള അനുഭവം പങ്കുവെച്ചും അവരെ പേര് സഹിതം വെളിപ്പെടുത്തിക്കൊണ്ടും രംഗത്ത് വരുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ പറയുന്ന സമയത്ത് യുവ സംവിധായകൻ അല്ലെങ്കിൽ നടൻ സംവിധായകൻ എന്നൊന്നും പറയണ്ട, പേര് സഹിതം, പേര് എവിടെ വെച്ചാണ്, എന്താണ് സംഭവം എന്നുള്ളത് വെട്ടിത്തുറന്ന് പറയും. ഈ പൊതുസമൂഹം മുഴുവൻ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. കാരണം അത് ഹേമ കമ്മിറ്റിയുടെ ഏറ്റവും വലിയൊരു വിജയം തന്നെയാണ്. ഇത്രയധികം ധൈര്യത്തോടുകൂടി ഓരോ നടിമാരും തുറന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നു എന്നുള്ളത്. അത് അത്രയധികം നമുക്ക് അഭിനന്ദനാർഹമായ ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായും ഇനിയും ഒരുപാട് നടിമാർ ധൈര്യപൂർവ്വം രംഗത്ത് വരട്ടെ. ഇതുപോലെ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ആട്ടിൻ തോറിട്ട ചെന്നായ്ക്കളുടെയൊക്കെ മുഖം അഴിഞ്ഞു വീഴട്ടെ, അവരുടെ പൊയ്മുഖങ്ങളെല്ലാം അഴിഞ്ഞു വീഴട്ടെ. അതിനുള്ളൊരു അവസരം തന്നെയാവട്ടെ ഇനിയുള്ള ദിവസങ്ങൾ എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. പക്ഷേ ഈ സമയത്തും നമ്മുടെ താരരാജാക്കന്മാരോ അവരാരും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല. എന്തായാലും അമ്മ എന്ന് പറയുന്ന താരസംഘടനയിലെ സിദ്ദിഖിനെ പോലെയുള്ള അല്ലെങ്കിൽ രഞ്ജിത്തിനെ പോലെയുള്ള ആളുകൾ, ഇനിയൊരു രഞ്ജിത്തും അല്ലെങ്കിൽ ഇനിയൊരു സിദ്ദിഖും അവരാരൊക്കെയാണെങ്കിലും അവരുടെ പൊയ്മുഖങ്ങൾ എത്രയും വേഗം അഴിഞ്ഞു വീഴട്ടെ. അതിനായിട്ട് തന്നെയാണ് ഓരോ പ്രേക്ഷകരും കാത്തിരിക്കുന്നത്. കാരണം പ്രേക്ഷകർ കണ്ടുകൊണ്ടാണ് ഈ സിനിമ എന്ന് പറയുന്നത് വിജയിക്കുന്നത്. സോ എന്തായാലും ഇനിയുള്ള കാര്യങ്ങളും ഇനിയുള്ള ദിവസങ്ങളിൽ ആരൊക്കെയാണ് വീഴാൻ പോകുന്നത്, ആരുടെയൊക്കെയാണ് ചരിത്രങ്ങൾ അറിയാൻ പോകുന്നത് എന്നുള്ളതിനായിട്ട് നമുക്ക് എന്തായാലും കാത്തിരിക്കാം.